ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം വന്ന നമ്മുടെ മമ്മൂക്ക പടമാണ് കളങ്കാവൽ. ജിതിൻ കെ ജോസ് ആണ് പടം ഡയറക്ട് ചെയ്തത്. മമ്മൂക്കയുടെ ഒരു വേറെ മാതിരി പടമാണ്. പടത്തിൽ വിനായകൻ ഹീറോയും മമ്മൂക്ക വില്ലനുമാണ്. വില്ലനെ പോർട്രേറ്റ് ചെയ്തു പോകുന്ന ഒരു കഥയാണ് ഈ പടത്തിന്റേത്. മലയാളത്തിൽ അങ്ങനെ കുറച്ച് പടങ്ങളെ വന്നിട്ടുള്ളൂ. അങ്ങനെ പടം റിലീസായി നല്ല റെസ്പോൺസ് ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഈ കളങ്കാവൽ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. പടം ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് മാത്രം നേടിയ കളക്ഷൻ എന്ന് പറയുന്നത് 4,92,00,000 പടത്തിന്റെ വേൾഡ് വൈഡ് FT 15,65,00,000. മമ്മൂക്കയുടെ ഓൾ ടൈം സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് ഇപ്പോ കളങ്കാവലാണ്. സൂര്യ 46 നമ്മുടെ സൂര്യ നായകനാക്കി വെങ്കി അത്തലൂർ ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ് സൂര്യ 46. ഇതൊരു ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ ആണ്. പടത്തിന്റെ മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള GV പ്രകാശ് പറഞ്ഞ അനുസരിച്ച് ഈ പടം അല്ലുവിന്റെ അലാ വൈകുണ്ഠപുരമലൊക്കെ പോലെ ഒരു പടമാണ്. സൂര്യയുടെ കാര്യം എടുത്താൽ പുള്ളിയുടെ സേഫ് സോൺ അപ്പുറം പോയി ചെയ്യുന്ന ഒരു പടമാണ് ഈ പടം. എന്തായാലും ഇപ്പോ ഈ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. പടത്തിന്റെ ഒരു ചെറിയ ടൈറ്റിൽ ടീസർ പുറത്തുവിടാൻ പോവാണ്. 2026 ജനുവരി 1 ന്യൂ ഇയർ സ്പെഷ്യലായി സൂര്യ 46 സിനിമയുടെ ടൈറ്റിൽ ടീസർ പുറത്തുവിടുമെന്നാണ് അപ്ഡേറ്റ് വരുന്നത്. ജയിലർ 2 നെൽസന്റെ ജയിലർ 2 സിനിമയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോ കുറച്ച് അപ്ഡേറ്റ്സ് എത്തിയിട്ടുണ്ട്. ഈ അപ്ഡേറ്റ് ശരിക്കും നമ്മുടെ ലാലേട്ടൻ ഫാൻസിലുള്ളതാണ്. അവർക്ക് അർമാദിക്കാനുള്ള കുറച്ച് ഐറ്റം ജയിലർ 2-ലുണ്ട്. ജയിലർ സിനിമയിൽ ഒരു ചെറിയ ക്യാമിയോ റോളിൽ ലാലേട്ടൻ ഉണ്ടായിരുന്നു. അത് തന്നെ ആ പടത്തിനെ ഏത് ലെവലിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ കണ്ടതാണ്. ഇനി ജയിലർ 2-ല് അതിലും ഇരട്ടി ഡോസില് ഒരു ബ്ലാസ്റ്റ് ഉണ്ട്. ജയിലർ 2-ലും ലാലേട്ടന്റെ ഇത് ഒരു ക്യാമിയോ റോൾ ആണെങ്കിലും ഇച്ചിരി വലുതാണ്. ഏതാണ്ട് 20 മിനിറ്റിന് അടുത്ത് ഉണ്ടാകുമെന്നാണ് അപ്ഡേറ്റ് വരുന്നത്. ജയിലർ 2 സിനിമ ജയിലറിന്റെ ഒരു കണ്ടിന്യൂറ്റി മാത്രമല്ല, ഒരു പ്രീക്വലും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ലാലേട്ടന്റെ സ്പേസ് കുറച്ച് വലുതായിരിക്കും. പടത്തിൽ ലാലേട്ടന്റെ മാത്യു എന്ന ക്യാരക്ടറിന് 2 വെർഷൻ ഉണ്ട്, അതായത് 2 ലുക്ക്. അതിലൊന്ന് ഫ്ലാഷ് ബാക്ക് ആണ്. ലാലേട്ടന് മാത്രമല്ല, ജയിലറിലെ ടൈഗർ മുത്തുവേൽ പാണ്ടിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് സീക്വൻസ് ഉണ്ട്. അതില് ലാലേട്ടൻ ഉണ്ടായിരിക്കും. ഖലീഫ പൃഥ്വിരാജിന്റെ നായകനാക്കി വൈശാഖ് ഡയറക്ട് ചെയ്യുന്ന ആക്ഷൻ പടമാണ് ഖലീഫ. വലിയ സിനിമയാണ്. ഇപ്പോ ഈ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു ഭീകര അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. കുറച്ചു ദിവസം മുമ്പ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു റൂമർ വന്നെങ്കിലും ഇത്ര പെട്ടെന്ന് ഒഫീഷ്യലായിട്ട് അത് കൺഫേം ചെയ്യുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. പൃഥ്വിരാജിന്റെ ഖലീഫയിൽ ഒരു പ്രധാന വേഷത്തിൽ ലാലേട്ടൻ ഉണ്ടാവും. മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ക്യാരക്ടറായാണ് ലാലേട്ടൻ ഖലീഫയിൽ എത്തുന്നത്. പിന്നെ ഒരു കാര്യം, ഇതൊരു 2 പാർട്ട് മൂവിയാണ്. 2 ചാപ്റ്റർ ഉണ്ട്. ഫസ്റ്റ് പാർട്ട് ഈ ഖലീഫയാണ്, അതായത് പൃഥ്വിരാജിന്റെ ലീഡിലുള്ള ഖലീഫ. ഇതിലായിരിക്കും ഈ മാമ്പറക്കൽ അഹമ്മദ് അലിയുടെ ഇൻട്രൊഡക്ഷൻ. പാർട്ട് 2 ഒരു ലാലേട്ടൻ പടമാണ്. അതൊരു പ്രീക്വൽ ആയിരിക്കും. ഇതിനെപ്പറ്റി എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. ബബ്ബ ഡിസംബർ 18 റിലീസ് ആവാൻ പോകുന്ന ദിലീപ് ഭട്ടൻ ലാലേട്ടൻ സിനിമയാണ് ബബ്ബ. പടത്തിന്റെ റിലീസിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോ അപ്ഡേറ്റ്സ് ഒക്കെ ഉടനെ പുറത്തുവിടും. ഇപ്പോ ബബ്ബ സിനിമയുടെ ഭാഗത്ത് നിന്ന് റിലീസിന് മുന്നേ വരാൻ പോകുന്ന അപ്ഡേറ്റ് ഏതൊക്കെയാണെന്നൊരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ബബ്ബ സിനിമയിലെ ലാലേട്ടന്റെ ക്യാരക്ടർ പോസ്റ്റർ ആണ്. അപ്പോ ലാലേട്ടന്റെ ക്യാരക്ടർ പോസ്റ്റർ ഉടനെ ഉണ്ടാവും. പിന്നെ ഫസ്റ്റ് സിംഗിൾ ട്രെയിലർ അപ്ഡേറ്റ് 2 ദിവസത്തിനുള്ളിൽ എന്തായാലും ഉണ്ടാവും. അപ്ഡേറ്റ് വന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബബ്ബയിലേക്ക് പോവാം. ജനനായകൻ ദളപതിയുടെ ജനനായകൻ സിനിമയുടെ ഭാഗത്ത് നിന്ന് 2 ദിവസം മുമ്പ് ഒരു അപ്ഡേറ്റ് വരേണ്ടതായിരുന്നു. പടത്തിന്റെ സെക്കൻഡ് സിംഗിൾ ഡിസംബർ 4 ജനനായകന്റെ ഫസ്റ്റ് സിംഗിൾ പുറത്തുവിടാനിരുന്നതായിരുന്നു. പക്ഷെ എന്തോ കാരണങ്ങൾ കൊണ്ട് ആ അപ്ഡേറ്റ് ഈ ആഴ്ചയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ജനനായകൻ സെക്കൻഡ് സിംഗിൾ ഈ ആഴ്ച ഉണ്ടാവുമെന്നാണ് അപ്ഡേറ്റ് വരുന്നത്. അടുത്ത അപ്ഡേറ്റ് ജനനായകൻ സിനിമയുടെ ബ്രേക്ക് ഇവന്റെ ഭാഗത്തു നിന്നാണ്. ആദ്യം TN എടുത്താൽ ജനനായകൻ തമിഴ്നാട്ടിൽ ഹിറ്റ് ആവണമെങ്കിൽ ഇൻഡസ്ട്രിയിൽ അടിക്കണം. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പടത്തിന്റെ TN റൈറ്റ്സ് 110 കോടിയാണ്, ബ്രേക്ക് ഈവൻ 230 കോടി. അടുത്തത് കേരള. പടത്തിന്റെ കേരള റൈറ്റ്സ് 15 കോടിക്കാണ് വിറ്റുപോയത്. പടത്തിന്റെ ബ്രേക്ക് ഈവൻ 35 കോടി. അതായത് പടം കേരളത്തിൽ ഹിറ്റ് ആവണമെങ്കിൽ 35 കോടി കളക്ഷൻ വേണം. പടത്തിന് പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ ഇതൊക്കെ സിമ്പിളാ. നെഗറ്റീവ് ആണെങ്കിലോ അല്ലെങ്കിൽ ബിലോ ആവറേജ് ആണെങ്കിലോ കൺഫേം പടക്കം. പിന്നെ തെലുങ്ക് 20 കോടി, ഓവർസീസ് 215 കോടി. അങ്ങനെ ജനനായകൻ സിനിമയ്ക്ക് ഹിറ്റ് ആവണമെങ്കിൽ വേൾഡ് വൈഡ് 550 കോടിയെങ്കിലും കളക്ഷൻ വേണം.